ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് മക്കൾക്കൊക്കെ നല്ല പാർട്ടി വെയറായിട്ട് ഡ്രസ്സൊക്കെ അനുസരിച്ചുള്ള ഹെയർ വെയർ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വീട്ടിലിരുന്ന് വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളത് ഇങ്ങനത്തെ ചെറിയൊരു കമ്പിയാണ് കേട്ടോ. അത് നമുക്ക് ഫാൻസി ചില്ലറ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഞാൻ എടുത്തിട്ടുള്ളത് ഗോൾഡൻ ബീഡ്സും അതുപോലെ തന്നെ ഷുഗർ ബീഡ്സാണ്. പിന്നെ കുറച്ച് റെഡ് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരികയാണ്. ഈ ഒരു ഹെയർ വെയിന് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഗോൾഡൻ ബീഡ്സും അതുപോലെ തന്നെ വൈറ്റ് ബീഡ്സൊക്കെയാണ് കേട്ടോ. അതാകുമ്പോൾ ഒന്നും കൂടി നമ്മുടെ ഹെയറിനൊക്കെ നല്ല കളറിങ്ങും നല്ല അടിപൊളി ഒരു പാർട്ടി വെയറായിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ഒരേപോലെ മാച്ച് ചെയ്യാൻ പറ്റും. എല്ലാ ഡ്രസ്സൊക്കെ മാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. വൈറ്റ് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷൻ. നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് വലിയ ബീഡ്സാണ് കേട്ടോ. കമ്പി നടുവാക്കി മടക്കി കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് പിരിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നടുവിൽ വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പിരിച്ചെടുത്താൽ മാത്രം മതി. നല്ലവണ്ണം പിരിക്കരുത്, അപ്പോൾ കമ്പി പൊട്ടിപ്പോകും കേട്ടോ. ജസ്റ്റ് 2-3 തവണ ടൈറ്റ് ആവുന്ന രീതിയിൽ പിരിച്ചെടുത്താൽ മാത്രം മതി. ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റത്തത് കിടക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒരു കമ്പിൻ്റെ പാർട്ട് എടുത്തിട്ട് ആ ഒരു കമ്പിൻ്റെ ഉള്ളിൽ കൂടെ വേറൊരു ബീഡ്സ് വെച്ച് കൊടുക്കണം. ഞാനിവിടെ ഇതേപോലെ തന്നെ ഗോൾഡിൻ്റെ വേറെ ചെറിയൊരു മുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അതിൻ്റെ ഫസ്റ്റ് ഒന്ന് കൊണ്ടുവച്ച് കൊടുത്തിട്ട് ആ ഒരു എൻഡില്ലേ നമ്മൾ പിരിച്ച് എടുത്തിട്ടുള്ള എത്രയാണോ നീളം വേണ്ടത് അത്ര കേട്ടോ. ഞാനിവിടെ ചെറുതായിട്ടുള്ളൊരു നീളത്തിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒന്ന് പിരിച്ചു കൊടുക്കുക. ചെറിയൊരു സ്പേസ് വിട്ടിട്ട് വേണം പിരിച്ചു കൊടുക്കാൻ. അപ്പോൾ അത്ര മാത്രം പിരിച്ചു കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ മറ്റേ കമ്പിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒരു ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ട് ഇതുപോലെ തന്നെ വീണ്ടും പിരിച്ചെടുക്കുക. സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നല്ല ക്വാളിറ്റി നോക്കിയിട്ട് വേണം കമ്പികളും മുത്തുകളൊക്കെ വാങ്ങിക്കാൻ കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതും സെയിൽ ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ കൂടുതൽ ആളുകളും സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ പുറത്ത് വാങ്ങിച്ചൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളായിരുന്നു കുറേ മുമ്പ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വീട്ടിലിരുന്നായിട്ട് നമ്മുടെ ചെറിയ മക്കൾക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ക്വാളിറ്റി ഉള്ള ബീഡ്സും അതുപോലെ തന്നെ കമ്പികളൊക്കെ വാങ്ങിച്ചാൽ നമുക്കും തന്നെ കംഫർട്ടാകുമ്പോൾ അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ വീണ്ടും ഞാൻ 4ാമത്തെ മുത്തും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള മുത്ത് കൊണ്ട് വേണം ചെയ്തെടുക്കാൻ കേട്ടോ. നമുക്കൊരു കളർ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ആ കളറിനനുസരിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാവും. ഇതായിപ്പോൾ കുറച്ച് ആക്കി വെച്ചിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഷുഗർ ബീഡ്സും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഷുഗർ ബീഡ്സും റെഡും ഇട്ടിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നെക്സ്റ്റ് അതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് സ്പേസ് കൊടുത്തിട്ട് വേണം നെക്സ്റ്റ് ലെയറും കൂടി ചെയ്തെടുക്കാൻ. ഇതൊരു ലെയറായിട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിപ്പോൾ ഇത്രയും ചെയ്തെടുത്തപ്പം ഒരു ട്രീൻ്റെ രൂപത്തിൽ വേണം, ഫസ്റ്റ് എക്സ്മസ് ട്രീൻ്റെ ആ രൂപത്തിലുണ്ട് കേട്ടോ ഫസ്റ്റ് ഞാൻ ചെയ്തെടുത്തത്. പിന്നെ നമുക്കിതുപോലെ തന്നെ ഷുഗർ ബീഡ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കുറച്ച് എണ്ണ നോക്കിയിട്ട് വേണം എടുക്കാൻ. ഒരു സൈഡിൽ എത്രയാണോ ആ സൈഡിൽ അത്രയും വേണം മറ്റേ സൈഡിൽ എടുക്കാൻ. അപ്പോൾ നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇതുപോലെ ഞാൻ കുറച്ചെണ്ണം ഇട്ടിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് കമ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ എൻഡിലെത്തിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചു കൊടുക്കണം. ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ മുത്ത് വെച്ച് അതേപോലെ തന്നെ ഈ ഭാഗത്തുള്ള മുത്തിൻ്റെ അതേ സ്പേസിൽ ആ ഭാഗത്തും അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നമ്മൾ മുഴുവനായിട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ആ ഒരു ഷുഗർ ബീഡ്സിന് നേരെ താഴെ ഒരു റെഡും ഗോൾഡൻ ബീഡ്സും വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുന്നുണ്ട്. കമ്പി പൊട്ടാതെ വേണം പിരിച്ചു കൊടുക്കാൻ. നമ്മുടെ കയ്യിൽ 2-3 പിരിക്കൽ മാത്രം പിരിച്ചാൽ മതി. ഏകദേശം ടൈറ്റായി കിടക്കും കേട്ടോ. ടൈറ്റ് ആവുകയാണെന്നാണ് ഉദ്ദേശം.
അപ്പോൾ ചെറുതായിട്ട് ഇത്ര സ്പേസ് കൊടുത്തിട്ട് വേണം നെക്സ്റ്റ് വലിയ ബീഡ്സ് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ചെറുതായിട്ട് സൈഡിലേക്ക് വളച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി പിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം നെക്സ്റ്റ് ലെയറും അങ്ങനെ കിട്ടും. അത്ര സ്പേസ് പോയി പോകുമ്പോൾ അത്ര നല്ല ഭംഗിയാവും കേട്ടോ വെയിൻസിന്. അങ്ങനെ അവിടെ ഏകദേശം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അതിന് നീളത്തിനനുസരിച്ച് നമ്മൾ എൻഡ് വരെ ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ അവിടെ സ്ലൈഡും കൂടി വെച്ച് കൊടുക്കട്ടെ എൻഡിൽ. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടാണെങ്കിലും അവിടെ ഒരു ചെറിയതായിട്ട് വലിയ ബീഡ്സ് വെച്ച് കൊടുത്താൽ ഹോൾ വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ അടിപൊളിയിൽ നമുക്ക് വലിയവർക്കും ഉണ്ടെങ്കിലും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടെങ്കിലും കൂടുതൽ ഭംഗിയാവും. നല്ല ഫ്രോക്കൊക്കെ അതുപോലെ തന്നെ സൽവാർക്കൊക്കെ ഇട്ട് വിടർത്തിയിട്ടാലൊക്കെ നല്ല ഭംഗിയാവും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മിയമോക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് മടക്കി കൊടുത്തതാണ് കേട്ടോ. അവിടെ മടക്കി വെച്ചിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്ലൈഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ചെറിയൊരു സ്ലൈഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. 4 മുത്ത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്നൊന്നും സ്ലൈഡൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ സ്ലൈഡാണ് കേട്ടോ അത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു ഹെയർ ബോന്നും കൂടിയാണത്. അപ്പോൾ ആ ഒരു വൈൻ തന്നെയാണ് ഞാനിപ്പോൾ ഇതിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ, മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ. അപ്പോൾ മീമോള് ഉറക്കത്തിൽ നിന്നിട്ട് ഉറങ്ങി എണീറ്റിരിക്കുകയാണ് കേട്ടോ. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതെല്ലാവരും ഒന്ന് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊന്ന് സെയിൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ. അത് ഉണ്ടാക്കാൻ പറ്റിയിട്ട് വീട്ടിലിരുന്ന് ചെറിയൊരു വരുമാനമൊക്കെ കാണാം. ഇപ്പോഴത്തെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെയർ ഓയിലാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ക്രിയേറ്റീവ് അനുസരിച്ച് നിങ്ങൾക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് പെട്ടെന്ന് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.